നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുട്ടത്തോടിന് വൻ ഡിമാൻഡ്. ഇനി ഇതാരും വെറുതെ എടുത്ത് കളയരുത്. ഇത് കൊടുത്താലും ക്യാഷ് കിട്ടുന്ന ഒരവസ്ഥയിലോട്ട് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിശയിച്ചു പോകും. അത്രയേറെ ഗുണങ്ങളുള്ളതാണ് ഈ മുട്ടത്തോടെന്ന് പറയുന്നത്. മുട്ടത്തോട് ഇനി കളയല്ലേ, ഇങ്ങനെ ഉപയോഗിച്ച് നോക്കൂ. അടുക്കള മാലിന്യത്തിനൊപ്പം പുറത്തേക്കെറിയുന്ന മുട്ടത്തോടിന് ധാരാളം പോഷക ഗുണങ്ങളുണ്ടെന്ന് അറിയാമോ? അവ വ്യത്യസ്ത തരത്തിൽ എങ്ങനെ പുനരുപയോഗിക്കാം എന്ന് കൂടുതൽ അറിയാം. അടുക്കളയിൽ ദിവസേന ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന അവശിഷ്ടങ്ങളൊന്നാണ് മുട്ടത്തോടുകൾ. സാധാരണയായി മുട്ട ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തോട് ഒന്നിനും ഉപകരിക്കില്ലെന്ന് കരുതി ചപ്പ് ചവറുകൾക്കൊപ്പം വലിച്ചെറിയാറാണ് പതിവ്. എന്നാൽ വെറും പാഴ്വസ്തുവായി കാണുന്ന ഈ മുട്ടത്തോടുകൾ യഥാർത്ഥത്തിൽ പോഷകങ്ങളുടെയും ധാതുക്കളുടെയും വലിയൊരു കലവറയാണെന്ന് പലർക്കും അറിയില്ല. പ്രധാനമായും കാൽസ്യം കാർബണേറ്റ് അടങ്ങിയിട്ടുള്ള മുട്ടത്തോടുകൾ വീട്ടുപയോഗത്തിനും പൂന്തോട്ട പരിപാലനത്തിനും ആരോഗ്യ സംരക്ഷണത്തിനുമായി പല രീതിയിൽ പുനരുപയോഗിക്കാൻ സാധിക്കും. രാസവളങ്ങൾക്ക് പകരമായി ചെടികൾക്ക് മികച്ച പോഷണം നൽകാനും വീട്ടുപകരണങ്ങൾ തിളക്കമുള്ളതാക്കാനും മുട്ടത്തോടിന് പ്രത്യേക കഴിവുണ്ട്. മാലിന്യങ്ങൾ കുറയ്ക്കുക എന്ന പരിസ്ഥിതി സൗഹൃദപരമായ ആശയത്തിന് വലിയ പിന്തുണ നൽകുന്ന ഒന്നാണ് മുട്ടത്തോടുകളുടെ പുനരുപയോഗം. ചെലവില്ലാത്തതും എന്നാൽ ഏറെ ഫലപ്രദവുമായ ഈ വിദ്യകൾ ദൈനംദിന ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. വിത്ത് പാകാൻ വളരെ കുറച്ച് സ്ഥലമുള്ളവർക്ക് ചെറിയ തോതിൽ അടുക്കളത്തോട്ടം ഒരുക്കാൻ മുട്ടത്തോട് സഹായകരമാണ്. മുട്ടയുടെ തോടിൽ മണ്ണ് നിറച്ച് വിത്ത് നടാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ഉപയോഗം നോക്കാം. ടൂത്ത് പേസ്റ്റ്. മുട്ടത്തോടിലേക്ക് വെളിച്ചെണ്ണയും ബേക്കിംഗ് സോഡയും കാസ്റ്റൈൽ സോപ്പും പേപ്പർമിൻറ്റ് ഓയിലും ചേർത്തിളക്കി യോജിപ്പിക്കാം. ഇത് ടൂത്ത് പേസ്റ്റിന് പകരം ഉപയോഗിക്കാം. സൂപ്പ് അല്ലെങ്കിൽ ജ്യൂസ്. മുട്ടത്തോടിൽ ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. അത് ജ്യൂസിലും മറ്റും പൊടിച്ച് ചേർത്ത് ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയേറെ ഗുണങ്ങളുള്ളതാണ് ഈ മുട്ടത്തോടെന്ന് പറയുന്നത്. ഇനി ആരും ഇത് വെറുതെ എടുത്ത് കളയരുത്. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.